ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 23 തൊട്ടുള്ള വചനങ്ങളാണ്. മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചുകൊണ്ട് വരുമ്പോൾ ശൂർ എന്ന പ്രദേശത്ത് എത്തിച്ചേരുന്നുണ്ട്. അവിടെ 3 ദിവസത്തെ യാത്രയിൽ ജനത്തിന് കുടിക്കുവാൻ വെള്ളം കിട്ടാതെ അവരാകെ വലയുന്ന സാഹചര്യത്തിൽ അവരുടെ യാത്ര മാറ എന്ന സ്ഥലത്ത് എത്തി. അവരവിടെ ഒരു ജലാശയം, ഒരു ഉറവ കണ്ടെത്തി. ഈ ഉറവയിൽ നിന്ന് വെള്ളം ആർത്തിയോടെ കുടിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ സാധിക്കാതെ വണ്ണം അത് കയ്പേറിയതായിരുന്നു എന്ന് വചനം ഓർമ്മിപ്പിക്കുക. ജനം മോശയ്ക്ക് നേരെ പിറുപിറുക്കുന്നുണ്ട്, മോശയ്ക്ക് നേരെ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മോശ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ കൊമ്പ് വെട്ടി ആ ജലാശയത്തിലേക്ക് ഇടുന്നു. ആ ജലാശയത്തിലേക്ക് ഈ കൊമ്പ് വീണതിന് ശേഷം ജനം വെള്ളം കുടിക്കുമ്പോൾ ആ കയ്പേറിയ വെള്ളം മധുരമുള്ള വെള്ളമായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അടിക്കടി സംഭവിക്കുമ്പോഴും നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്, യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തു എന്ന ആ വലിയ രക്ഷകൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനെ പരിഹരിക്കുവാൻ യേശുവിന് സാധിക്കും. നിൻ്റെ ജീവിതത്തെ നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും അതിനെ തരണം ചെയ്യുവാൻ, അതിനെ മറികടക്കുവാൻ ക്രിസ്തു നമ്മളെ സഹായിക്കും. നിൻ്റെ രോഗത്തെ മാറ്റും. നിൻ്റെ പ്രതിസന്ധികളിൽ നിനക്ക് ആശ്വാസമായി, അഭയമായി അവൻ കടന്നു വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക, നിരന്തരം അവൻ്റെ വഴികളിൽ സഞ്ചരിക്കുക, അവൻ്റെ വചനം കേൾക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ ജനം ഏലീമിൽ എത്തി. അവിടെ 12 നീരുറവുകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. അവർ ആ ജലാശയത്തിനടുത്ത് പാളയം ഉറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകൾക്ക് അപ്പുറം ഒരു അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമുണ്ടെന്ന് തിരിച്ചറിയുക. ഇന്നത്തെ സങ്കടം അതിലേക്ക് മാത്രം ആഴ്ന്നിറങ്ങാതെ അതിൻ്റെ അപ്പുറമുള്ള സന്തോഷത്തെ കണ്ടെത്തുവാൻ, അതിൻ്റെ അപ്പുറമുള്ള അനുഗ്രഹത്തെ തേടുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെങ്കിലേക്ക് ആശ്രയം വെക്കുവാൻ ഇടയായിത്തീരട്ടെ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.